ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. പുറത്തു നടക്കുന്ന വിശേഷങ്ങളെല്ലാം നിങ്ങൾ അറിയുന്നുണ്ടല്ലോ അല്ലേ? ആ നശിച്ച കൃമി പടർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കണം. വളരെ വൃത്തിയോടും സുരക്ഷയോടും മാത്രം ഇരിക്കണം. ഒരു കാരണവശാലും അനാവശ്യമായിട്ട് പുറത്തിറങ്ങരുത്. കളിക്കുകയാണെങ്കിൽ തന്നെ വീടിനകത്തോ വീടിന് ചുറ്റുഭാഗത്ത് മാത്രമായിട്ട് കളി ഒതുക്കണം. ഒരു കാരണവശാലും മുതിർന്നവരുടെ കൂടെ അനാവശ്യമായിട്ട് പുറത്തു പോകണമെന്ന് പറഞ്ഞ് വാശി പിടിക്കരുത് കേട്ടോ. അതുകൂടാതെ മുതിർന്നവർ ആരെങ്കിലും പുറത്തു നിന്നും വന്നാൽ അവർ കുളിച്ച് ഡ്രസ്സെല്ലാം മാറിയ ശേഷം മാത്രമേ അവരെ സ്പർശിക്കാൻ പാടുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ മുതിർന്നവരാരെങ്കിലും അത്യാവശ്യ കാര്യങ്ങൾക്ക് പുറത്തു പോകുന്നുണ്ടെങ്കിൽ അവരോട് നിർബന്ധമായും മക്കൾ പറയണം, മാസ്ക് ധരിച്ച് മാത്രമേ പോകാവൂ എന്ന്. മക്കളെല്ലാവരും മാഷ് പറഞ്ഞ പോലെ ചെയ്യുമല്ലോ. വെരി ഗുഡ്. ശരി, ഇനി നമുക്ക് ഇന്ന് പഠിക്കാൻ പോകുന്ന പാഠം ഏതാണെന്നറിയോ? വെണ്ണക്കണ്ണൻ ഒന്നാമത്തെ പാഠമായ അമൃതം എന്ന പാഠത്തിലെ വെണ്ണക്കണ്ണൻ എന്ന ഭാഗമാണിന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പായി ഇനി അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ക്ലാസ്സുകളും നിങ്ങളുടെ ഫോണിൽ മുടങ്ങാതെ ലഭിക്കുന്നതിനായി താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ക്ലാസ്സുകളും മുടങ്ങാതെ നിങ്ങളുടെ ഫോണിൽ ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. മലയാളത്തിലെ 4ാം ക്ലാസ്സിലെ മലയാളത്തിലെ ആദ്യത്തെ പാഠമായ അമൃതം എന്നതിലെ ആദ്യത്തെ ഭാഗമാണ് വെണ്ണക്കണ്ണൻ എന്നത്. അതിൻ്റെ 2ാമത്തെ പീരീഡാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. കഴിഞ്ഞ പീരീഡ് എല്ലാവരും കണ്ടുവോ? കാണാത്തവരുണ്ടെങ്കിൽ അതാദ്യം എല്ലാവരും കാണണം. അത് കഴിഞ്ഞ ശേഷമാണ് 2ാമത്തെ പീരീഡ് കാണേണ്ടത്. ഓക്കെ അല്ലേ? കാണാത്തവരുണ്ടെങ്കിൽ അവർക്ക് ആ കഴിഞ്ഞ പീരീഡിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് അത് കാണാം. അത് കഴിഞ്ഞ ശേഷം ഈ വീഡിയോ കാണാം. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തായിരുന്നു പഠിച്ചത്? ഒരു മുത്തശ്ശൻ, വയസ്സായ മുത്തശ്ശൻ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ അവശ നിലയിലായിട്ട് കിടക്കുകയായിരുന്നു അല്ലേ? അദ്ദേഹം എന്താ ചെയ്യണ്ടായിരുന്നത്? അവിടെ അടുത്ത് നിൽക്കുന്ന കുട്ടികളോടെല്ലാം ഭക്ഷണത്തിനായിട്ട് ഇങ്ങനെ കൈനീട്ടുകയായിരുന്നു. എല്ലും തോലുമായിട്ടുള്ള മുത്തശ്ശനായിരുന്നു അല്ലേ? ഒരു എല്ലും തോലുമായിട്ടുള്ള വൃദ്ധനായിരുന്നു അദ്ദേഹം. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന കുട്ടികളൊക്കെ അദ്ദേഹത്തെ നോക്കി എന്താ ചെയ്തത്? അദ്ദേഹത്തിന് വല്ലതും കൊടുത്തുവോ? ഇല്ല അല്ലേ? അദ്ദേഹത്തെ നോക്കി കളിയാക്കുകയാണ് ചെയ്തത് അല്ലേ? അപ്പോഴാണ് ആ കൂട്ടത്തിലുള്ള ഒരു പെൺകുട്ടി എന്ത് ചെയ്തത്? അവർക്ക് സങ്കടം തോന്നിയിട്ട് അവളുടെ ബാഗിനകത്തുണ്ടായിരുന്ന ചോറ്റുപാത്രത്തിലെ മുഴുവൻ ചോറും അവൾക്കിഷ്ടമുള്ള മുളക് ചമ്മന്തി എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ കൈവെള്ളിയിലേക്ക് പകർന്നു കൊടുത്തു അല്ലേ? എല്ലാവരും കണ്ടതല്ലേ നമ്മളത്? പറയൂ, കണ്ടില്ലേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ? എന്നിട്ടോ അദ്ദേഹം എന്താ ചെയ്തേ? ആ മുത്തശ്ശൻ എന്താ ചെയ്തേ? അദ്ദേഹം ആർത്തിയോടെ ആ ചോറ് തിന്നു. ആ ചോറ് തിന്നു കഴിയണവരെ ആ കുട്ടി എന്ത് ചെയ്തു? അദ്ദേഹത്തിനെ തന്നെ, ആ വൃദ്ധനെ തന്നെ നോക്കി നിന്നു. അപ്പോഴെന്താ സംഭവിച്ചത്? ആ കുട്ടിക്ക് കരച്ചിൽ വന്നു. എന്തിനുള്ള കരച്ചിലായിരുന്നു? സന്തോഷം കൊണ്ടുള്ള കരച്ചിലായിരുന്നു അത് എന്നാണല്ലേ? മക്കൾക്ക് എല്ലാവർക്കും ആ കഥ ഇഷ്ടമായില്ലേ? ആരുടെ കഥയായിരുന്നു അത്? ഡോക്ടർ കെ ശ്രീകുമാറിൻ്റെ വിശപ്പ് എന്ന കഥയിൽ നിന്ന് എടുത്ത കുറച്ച് ഭാഗങ്ങളാണ് ആ പാഠം. അപ്പോൾ ഈ ഒരു പേജ് തന്നെ എത്ര സങ്കടമുള്ള കാര്യമാണെങ്കിൽ ഈ കഥയിൽ മൊത്തം എങ്ങനെയായിരിക്കില്ലേ? നിങ്ങൾ മക്കളൊരു കാര്യം ചെയ്യണം, അച്ഛനോടോ അമ്മയോടോ ആ പുസ്തകം ഒന്ന് സംഘടിപ്പിച്ച് വായിക്കാൻ നോക്കണം കേട്ടോ. ഏതാ പുസ്തകത്തിൻ്റെ പേര്? വിശപ്പ്. ഡോക്ടർ കെ ശ്രീകുമാറിൻ്റെ വിശപ്പ് എന്ന പുസ്തകം. അങ്ങനെ അച്ഛനോ അമ്മയ്ക്കോ സംഘടിപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ സങ്കടപ്പെടേണ്ട. സ്കൂൾ തുറന്ന ശേഷം നിങ്ങളുടെ ടീച്ചറോട് ചോദിച്ചാൽ ടീച്ചർ ആ ബുക്കുകൾ സംഘടിപ്പിച്ചു തരും കേട്ടോ. എല്ലാ മക്കളും ഇത് വായിക്കണം. വായിക്കില്ലേ എല്ലാവരും? മാഷ് പറഞ്ഞ പോലെ ചെയ്യില്ലേ? ശരി, എല്ലാവരും ഈ കഥ വായിക്കണം കേട്ടോ. ശരി, ഇനി ഇതുപോലൊരു വയസ്സായൊരു മുത്തശ്ശൻ നിങ്ങളുടെ വീട്ടിൽ യാചിച്ചു വന്നാൽ നിങ്ങൾ എന്താ ചെയ്യുക? ചിലപ്പോൾ ഈ മുത്തശ്ശനെ പോലെ ആകെ കീറി പറിഞ്ഞ വസ്ത്രമായിരിക്കും. ചില സമയത്ത് ആ മുത്തശ്ശനിൽ നിന്ന് സ്മെല്ലടിക്കുന്നുണ്ടാവും, ആകെ ദുർഗന്ധം ഉണ്ടാവും. എങ്കിൽ കൂടി നിങ്ങൾ ആ മുത്തശ്ശനെ എന്താണ് ചെയ്യുക? ഒന്ന് എഴുതി നോക്കിയാലോ നമുക്ക്. ഇതുപോലൊരു വയസ്സായൊരു മുത്തശ്ശൻ, ഒരു വൃദ്ധൻ നിങ്ങളുടെ വീട്ടിൽ യാചിച്ചു വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഈ ഒരു കാര്യം
നിങ്ങൾ എഴുതിയ ശേഷം ഒരു നോട്ട് ബുക്ക് നിങ്ങളുടെ മലയാളം നോട്ട് പുസ്തകത്തിൽ എഴുതിയ ശേഷം അത് ഒരു ഫോട്ടോ എടുത്തിട്ട് നിങ്ങളുടെ അധ്യാപികയ്ക്ക് അല്ലെങ്കിൽ അധ്യാപകന് അയച്ചു കൊടുക്കുമോ? ശരി, എല്ലാ മക്കളും അതുപോലെ ചെയ്യണം കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ ഇന്നലെ വേറെന്തായിരുന്നു പഠിച്ചത്? എന്താ പഠിച്ചത്? വെണ്ണക്കണ്ണൻ എന്ന കവിത പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ആ വെണ്ണ കട്ട് തിന്നുന്ന കണ്ണനെക്കുറിച്ച് നമ്മൾ കവിത പഠിച്ചു. വെണ്ണ കിട്ടാൻ വേണ്ടി പല ന്യായങ്ങൾ പറയുന്ന കണ്ണൻ വെണ്ണ കിട്ടിയപ്പോഴോ അതിനും ഓരോ കാര്യങ്ങൾ പറഞ്ഞ് പിന്നെയും പിന്നെയും വെണ്ണ കിട്ടാൻ വേണ്ടി അമ്മയുടെ അടുത്ത് തഞ്ചത്തിൽ നിൽക്കുന്ന കള്ളക്കണ്ണനെക്കുറിച്ചുള്ള ഒരു കവിത പഠിച്ചില്ലേ നമ്മൾ ഇന്നലെ? ഓർമ്മയുണ്ടോ എല്ലാവർക്കും? കവിത എല്ലാവരും പാടി നോക്കിയോ? കവിതയ്ക്ക് പറ്റി നല്ല ഈണം കണ്ടുപിടിച്ചോ? ആരൊക്കെ ഈണം കണ്ടുപിടിച്ചു? അതിൽ നല്ല ഈണം കണ്ടുപിടിച്ചിട്ട് നന്നായിട്ട് പാടുന്നവർ ഒന്ന് റെക്കോർഡ് ചെയ്തിട്ട് മാഷിന് കൂടെ അയച്ചു തരും. മാഷിന് അയക്കാനുള്ള നമ്പർ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ശരി, ആർക്കൊക്കെ ഈ കവിത ഇഷ്ടമായി? വെണ്ണക്കണ്ണനെ കുറിച്ചുള്ള കള്ളക്കണ്ണനെ കുറിച്ചുള്ള കവിത. ഈ കവിത ഒന്നുകൂടെ കേൾക്കണോ? ശരി, ആർക്കൊക്കെ ഒന്നുകൂടെ കേൾക്കണം എന്നുള്ളവരൊന്ന് കൈവക്കേ. ഓക്കെ, എന്നാൽ ഒന്നുകൂടെ മക്കൾക്ക് വേണ്ടി ആ കവിത വെച്ച് തരാം കേട്ടോ. എല്ലാവരും ശ്രദ്ധയോടെ കേൾക്കണം. ഓക്കെ അല്ലേ? എല്ലാവരും ശ്രദ്ധയോടെ കേൾക്കില്ലേ? ശരി, മാഷിപ്പോൾ ഒന്നുകൂടെ വെച്ച് തരാം. വെണ്ണക്കണ്ണൻ. സ്നാനവും ചെയ്തു നീയാകമിപ്പോളവും പാലിച്ചേനല്ലോ ഈ പാൽ വെണ്ണ ഞാൻ. ഇങ്ങനെയുള്ളെനിക്കേതുമേ താരാതെ ഇങ്ങു നീ പോകുന്നതെന്നമ്മെ ചൊല്ലി. ഓമന പൈതൽ താനിങ്ങനെ ചൊല്ലിതൻ കോമളച്ചുണ്ടു പിളുർക്കും നേരം. ഉണ്ണിക്കൈ തന്നിലെ വച്ചു നിന്നീടിനാൽ വെണ്ണ താൻ കൊണ്ടുപോന്നമ്മയപ്പോൾ. വെണ്ണയെ കണ്ടൊരു കണ്ണൻ താൻ അന്നേരം വെണ്ണില വഞ്ചിച്ചിരിച്ചു ചൊന്നാൻ. ഒറ്റക്കൈ തന്നിൽ നീ വെണ്ണ വെച്ചിടിനാൽ മറ്റേ കൈ കണ്ടിട്ടു കേഴുമല്ലോ. മൂത്തവൻ കയ്യിൽ നീ വെണ്ണ വെച്ചിടുമ്പോൾ ആർത്തനായി നിന്നു ഞാൻ കേഴും പോലെ. ഇങ്ങനെ കേട്ടവൾ വെണ്ണയ്ക്കു പിന്നെയും അങ്ങു തിരിഞ്ഞു നടന്ന നേരം കയ്യിലെ വെണ്ണയെ പയ്യവേ വായിലിട്ടയ്യോ എന്നിങ്ങനെ ചൊല്ലിച്ചൊന്നാൻ. കള്ളനായുള്ളൊരു കാകൻ താൻ വന്നിട്ടൻ കയ്യിലെ വെണ്ണയെ കൊണ്ടുപോയി എന്നതു കേട്ടവളേറ്റം ചിരിച്ചു നൽ വെണ്ണയും കൊണ്ടിങ്ങു വന്നു. പിന്നെ വൈകാതെ വണ്ണമാം കൈതവ പൈതൽ തൻ കൈകളിൽ രണ്ടിലും വെണ്ണ വെച്ചാൾ. വെണ്ണയെ കണ്ടൊരു കണ്ണൻ താനാനനം വെണ്ണിലാവോലുന്ന തിങ്കൾ പോലെ. പുഞ്ചിരി തൂമ കൊണ്ടഞ്ചിതമാകയാൽ ചെഞ്ചമ്മേ നിന്നു വിളങ്ങിയതപ്പോൾ. എല്ലാ മക്കളും കവിത നന്നായി കേട്ടുവോ? കവിതയിൽ എന്താ പറയണേ? വെണ്ണ ലഭിക്കാൻ കണ്ണൻ എന്തൊക്കെ ന്യായങ്ങളാണ് അമ്മയോട് പറഞ്ഞത് ഓർമ്മയുണ്ടോ? എന്തൊക്കെയാ പറഞ്ഞേ? അമ്മ കുളിച്ചു വരുന്നത് വരെ ഞാൻ വെണ്ണ കാത്തു സൂക്ഷിക്കാം. പിന്നെന്താ പറഞ്ഞത്? ഒരു കയ്യിൽ മാത്രം വെണ്ണ തന്നാലും മറ്റേ കൈ കരിഞ്ഞു പോകും അല്ലേ? പിന്നെന്താ പറഞ്ഞത്? കയ്യിലിരുന്ന വെണ്ണ കാക്ക കൊണ്ടുപോയി എന്നൊക്കെ അമ്മയോട് പറഞ്ഞില്ലേ ന്യായം? എന്തിനാ അമ്മയോട് ഇങ്ങനെയൊക്കെ ന്യായം പറഞ്ഞത്? ഇനിയും വെണ്ണ ലഭിക്കാൻ വേണ്ടിയിട്ടായിരുന്നില്ലേ കണ്ണൻ പറഞ്ഞത്? പിന്നെന്താണ്? വെണ്ണ കിട്ടിയപ്പോൾ കണ്ണൻ എന്താണ് അമ്മ ചെയ്തതെന്നറിയോ? എന്താ ചെയ്തേ? ഒരു കയ്യിൽ വെണ്ണ കിട്ടിയപ്പോൾ 2 കൈയിലും വേണമെന്ന് പറഞ്ഞു അല്ലേ? പിന്നെയോ വെണ്ണ വായിലിട്ട ശേഷം വെണ്ണ കാക്ക കൊണ്ടുപോയി എന്ന് പറഞ്ഞു അല്ലേ? ശരിയല്ലേ? ശ്രദ്ധിച്ചില്ലേ നമ്മൾ കവിതയിലെ? ശരി, ഈ കവിത ആരാണ് എഴുതിയെന്നറിയില്ലേ? ആരാണ്? ചെറുശ്ശേരി. ആരാണ്? ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥ എന്ന കൃതിയിൽ നിന്നാണ് ഈ വെണ്ണക്കണ്ണൻ എന്ന ഭാഗം എടുത്തിട്ടുള്ളത്. മക്കളെ, ചെറുശ്ശേരിയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഇല്ലേ? ശരി, കുറച്ചു പേര് കേട്ടിട്ടുണ്ട് അല്ലേ? ശരി, എന്തായാലും മാഷ് പറഞ്ഞു തരാം കേട്ടോ. നോക്കിയേ, പ്രാചീന കവിത്രയങ്ങളിൽ ഉൾപ്പെടുന്ന ചെറുശ്ശേരിയുടെ ജീവിതകാലം
1475-നും 1575-നും ഇടയിലാണെന്ന് കരുതപ്പെടുന്നു. എപ്പോഴാണ്? 1475-നും 1575-നും ഇടയിലാണെന്നാണ് ചെറുശ്ശേരിയുടെ ജീവിതകാലമെന്ന് കരുതപ്പെടുന്നു. എന്താ പ്രാചീന കവിത്രയങ്ങളെന്നറിയോ? ആരൊക്കെയാണ് പ്രാചീന കവിത്രയങ്ങളെന്നറിയോ? മാഷ് പറഞ്ഞുതരാം കേട്ടോ. പ്രാചീന കവികളായ ചെറുശ്ശേരി നമ്പൂതിരി, തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ, കുഞ്ചൻ നമ്പ്യാർ എന്നിവരെയാണ് മലയാളത്തിലെ പ്രാചീന കവിത്രയമെന്ന് പറയുന്നത്. ആരൊക്കെയാണ്? പ്രാചീന കവികളായ ചെറുശ്ശേരി നമ്പൂതിരി, തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ, കുഞ്ചൻ നമ്പ്യാർ എന്നിവരെയാണ് മലയാളത്തിലെ പ്രാചീന കവിത്രയമെന്ന് കണക്കാക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പം അങ്ങനെയുള്ള പ്രാചീന കവിത്രയങ്ങളിൽ ഉൾപ്പെടുന്ന ചെറുശ്ശേരിയുടെ ജീവിതകാലം 1475-നും 1575-നും ഇടയിലാണെന്ന് കരുതപ്പെടുന്നു. കൊല്ലവർഷം 650-നും 750-നും മധ്യയാണത്. ഓക്കെ, ഇനി നോക്കൂ. ഉത്തര കേരളത്തിൽ കാനത്തൂർ ഗ്രാമത്തിലെ ചെറുശ്ശേരി ഇല്ലത്തിൽ ജനിച്ചു എന്നാണ് വിശ്വാസം. കോലത്തുനാട്ടിൽ വർമ്മ രാജാവിൻ്റെ സദസ്യനായിരുന്നു. രാജാവിൻ്റെ ആജ്ഞാപ്രകാരം എഴുതിയതാണ് കൃഷ്ണഗാഥ. കൃഷ്ണപ്പാട്ട് എന്നും ഈ കൃതിക്ക് പേരുണ്ട്. ആ കൃഷ്ണഗാഥയിൽ നിന്നും എടുത്തതാണ് നമ്മുടെ പാഠമായ വെണ്ണക്കണ്ണൻ. മക്കൾക്ക് മനസ്സിലായോ? ഇതൊന്ന് നോട്ട് പുസ്തകത്തിൽ എഴുതി വെക്കുക കൂടി ചെയ്യണം കേട്ടോ. ശരി, ഇനി ഒരു കാര്യം കൂടി ചെയ്യണം. ഈ കവിതയൊന്ന് വായിച്ചു നോക്കിയ ശേഷം ഇതിൽ നിങ്ങൾക്ക് അറിയാത്ത വാക്കുകളിൽ അർത്ഥം അറിയാത്ത ഏതെങ്കിലും വാക്കുകളുണ്ടെങ്കിൽ അവ നോട്ട് ചെയ്ത് വെക്കണം. എന്നിട്ട് അതിൻ്റെ അർത്ഥം എന്താണെന്ന് ടീച്ചറോടോ അല്ലെങ്കിൽ മാഷിനോടോ അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛനോ അമ്മയ്ക്കോ ചേച്ചിക്കോ ഏട്ടനോ അറിയെങ്കിൽ അവരോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കണം കേട്ടോ. ഇനി ഒരു കാര്യം ചെയ്യൂ. നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നെ കുറച്ച് വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. അവയുടെ അർത്ഥം കണ്ടെത്താൻ വേണ്ടിയിട്ട് നോക്കൂ. മാഷ കുറച്ച് ആ വാക്കുകൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾക്ക് ടെക്സ്റ്റ് കിട്ടിയിട്ടുണ്ടോ? ടെക്സ്റ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ 9-ാമത്തെ പേജിലുണ്ടത്. അത് നോക്കാം. അതല്ല എങ്കിൽ മാഷ് സ്ക്രീനിൽ കാണിച്ചു തരാം. നോക്കൂ, താഴെ കൊടുത്ത പദങ്ങളുടെ അർത്ഥം അർത്ഥസൂചിക നോക്കി കണ്ടെത്താം. സ്നാനം, അതിൻ്റെ അവർ കൊടുത്തിട്ടുണ്ട്. എന്താണ്? കുളി. സ്നാനം എന്ന വാക്കിൻ്റെ അർത്ഥം കുളി. ഇനി ബാക്കിയുള്ള വാക്കുകളുടെ അർത്ഥങ്ങൾ അർത്ഥസൂചിക നോക്കിയിട്ട് കണ്ടെത്തണം. ടെക്സ്റ്റ് ബുക്കിലെ തന്നെ 21-ാമത്തെ പേജിൽ അർത്ഥസൂചിക നോക്കിയിട്ട് ഈ വാക്കുകളുടെ അർത്ഥം കണ്ടെത്തണം. ആർത്തൻ, ആഗമിക്കുക, കാകൻ, പൈതൽ, തിങ്കൾ, അഞ്ചിതം, തൂമാം. ഈ വാക്കുകളുടെയൊക്കെ അർത്ഥം കണ്ടെത്തി നോട്ട് ബുക്കിൽ, നിങ്ങളുടെ മലയാളം നോട്ട് ബുക്കിൽ എഴുതണം. എല്ലാവരും എഴുതുമോ? ആദ്യം ഈ വാക്കുകളൊക്കെ ഒന്ന് എഴുതിയെടുക്കുക. അതിന് ശേഷം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് 21-ാമത്തെ പേജ് നോക്കിയിട്ട് അർത്ഥസൂചിക കണ്ടെത്താം. ടെക്സ്റ്റ് ബുക്ക് ഇല്ലാത്തവർക്ക് സ്ക്രീനിൽ മാഷ് കാണിച്ചു തരാം. ആദ്യം ഈ വാക്കുകളെല്ലാം നോട്ടിൽ എഴുതണം. അതിനുശേഷം മാത്രം അർത്ഥസൂചിയെ നോക്കിയാൽ മതി. ആദ്യം ഈ വാക്കുകളൊന്ന് എഴുതിയ ശേഷം 2 പ്രാവശ്യം വായിക്കുക. പാഠഭാഗത്തിൽ എവിടെയാണ് ഈ വാക്കുകൾ ഉള്ളത് നോക്കുക. അവയ്ക്ക് ചുറ്റുമൊന്ന് പെൻസിൽ കൊണ്ട് വട്ടം വരയ്ക്കുക. എന്തിനു ശേഷം ആ വാക്കുകൾ അർത്ഥം നിങ്ങൾക്ക് തന്നെ കണ്ടെത്താൻ കഴിയുന്നുണ്ടോ നോക്കുക. ഇല്ലെങ്കിൽ മാത്രം അർത്ഥസൂചിയെ നോക്കി അർത്ഥം കണ്ടെത്തി എഴുതുക. ഓക്കെ, എല്ലാവരും വീഡിയോ പോസ് ചെയ്ത ശേഷം ഈ വാക്കുകളൊന്ന് നോട്ടിലേക്ക് എഴുതിയെടുക്കുക. എല്ലാവരും ഒന്ന് പോസ് ചെയ്തേ. എഴുതി കഴിഞ്ഞ ശേഷം മാത്രം ബാക്കി വീഡിയോ പ്ലേ ചെയ്താൽ മതി. എല്ലാവരും ഒന്ന് പോസ് ചെയ്യുക. എഴുതിയല്ലോ അല്ലേ? ഇനി മാഷ് അർത്ഥസൂചിക കാണിച്ചു തരാം. അത് നോക്കിയ ശേഷം നിങ്ങളുടെ നോട്ടിൽ അതിൻ്റെ അർത്ഥം കൂടി നോട്ടിൽ എഴുതിയെടുക്കണം. ടെക്സ്റ്റ് ബുക്ക് കിട്ടിയാൽ ടെക്സ്റ്റിൽ കൂടി എഴുതണം. ഇനി മാഷ് അർത്ഥസൂചിക കാണിച്ചു തരാം. നോക്കിയേ, ഇതാണ് അർത്ഥസൂചിക. ഇതിൽ എല്ലാ വാക്കുകളുടെയും അർത്ഥമുണ്ട്. നിങ്ങൾക്ക് പുതുമയായി തോന്നിയ എല്ലാ വാക്കുകളുടെയും അർത്ഥം ഈ അർത്ഥസൂചികയിലുണ്ട് കേട്ടോ. ഇത് നോക്കി വേണം അർത്ഥം കണ്ടെത്താനെന്ന ആ പ്രവർത്തനം ചെയ്യാൻ. ഇനി വീഡിയോ പോസ് ചെയ്ത ശേഷം നിങ്ങൾ അപ്പോഴേ എഴുതിയ വാക്കുകളുടെ അർത്ഥം ഈ അർത്ഥസൂചിയെ നോക്കി എഴുതണം. എഴുതിയ ശേഷം നിങ്ങളുടെ ടീച്ചർക്ക് അല്ലെങ്കിൽ മാഷിന് അയച്ചു കൊടുക്കണം കേട്ടോ. അപ്പം എല്ലാ മക്കളും നല്ല കുട്ടികളായിട്ട് മാഷ് പറഞ്ഞ ഹോംവർക്കുകളൊക്കെ ചെയ്ത് മിടുക്കികളുമായിട്ട് ഇരിക്കുക. ബാക്കി ക്ലാസ്സുമായിട്ട് മാഷ് അടുത്ത ദിവസം വരാം. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ
ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കൂടി ഈ കമൻറ്റ് ബോക്സിൽ ഉൾപ്പെടുത്താനും മറക്കരുത്. അതുപോലെ തന്നെ ഇനി അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ക്ലാസ്സുകളും ഇതിൻ്റെ ബാക്കി ക്ലാസ്സുകളൊക്കെ നിങ്ങളുടെ ഫോണിൽ മുടങ്ങാതെ കിട്ടുന്നതിനായിട്ട് ഈ ചാനൽ താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൾ എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ മാഷ് അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ക്ലാസ്സുകളും മുടങ്ങാതെ നിങ്ങളുടെ ഫോണിൽ ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ എല്ലാവരും എല്ലാ ഹോംവർക്കുകളും ചെയ്ത് നല്ല കുട്ടികളായിട്ട് അടുത്ത ക്ലാസ്സിനായിട്ടിരിക്കുക. ഓക്കെ, ഇനി മാഷ് ഒരിക്കൽ കൂടി പറയാണ്, നിങ്ങളാരും അനാവശ്യമായിട്ട് പുറത്തിറങ്ങി കറങ്ങരുത്. ആ നശിച്ച കൃമി ഈ ഭൂമിയെ നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തരും പടർന്ന് പന്തലിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എല്ലാവരും വൃത്തിയായി ശുചിത്വമുള്ളവരായിട്ട് വീട്ടിൽ തന്നെ ഇരിക്കുക. ഓക്കെ, വീട്ടിൽ തന്നെ ഇരുന്ന് ഹോംവർക്കുകളെല്ലാം ചെയ്ത് പുസ്തകങ്ങളെല്ലാം വായിച്ച് ടിവിയിൽ കാണുന്ന ക്ലാസ്സുകളെല്ലാം കണ്ട് ആസ്വദിച്ച് ഇരിക്കുക. ഓക്കെ, നമുക്കിനി അടുത്ത ക്ലാസ്സുമായിട്ട് ഉടൻ തന്നെ കാണാം. ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. താങ്ക് യു. ബൈ.